വാക്കുകൾ മാത്രമുള്ളവയാണ്. ചിലർ നേതൃത്വമാണ് സർവകലാശാലയുടെ വിവിധ പൊതുപ്രവർത്തനങ്ങൾക്ക് രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ അരുൺ യു.എ. സാറിനോട് കൊച്ചി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ലോക മസ്തിഷ്ക ദിനത്തെ സംബന്ധിച്ച് സ്ഥിരമായ അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരു മസ്തിഷ്കം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രം ആവശ്യമല്ല, അതൊരു കുടുംബത്തിൻ്റെയും ഒരു സമൂഹത്തിൻ്റെയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ല സമൂഹം നിലനിൽക്കണമെങ്കിൽ അതിനകത്ത് ഉള്ള വ്യക്തികൾക്ക് നല്ല മാനസികാരോഗ്യം ഉണ്ടാവേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഒരു സ്ഥിരതയും അതുപോലെ തന്നെ നല്ല രീതിയിലുമുള്ളൊരു മാനസികാരോഗ്യം ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുക എന്നുള്ളൊരു ആവശ്യം കൂടി മുൻനിർത്തി ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിറഞ്ഞ കയ്യടികളോടെ നമുക്ക് തുടങ്ങാം. എല്ലാരും 2 ലൈനായിട്ട് നടന്നോളൂട്ടോ. ഓഫ് ചെയ്തോ. We can not only build communities with we can build communities that are not only physically healthier but also mentally stronger and resilient. So I wish this program a great success. I also extend a warm welcome to all the participants present here, invited guests, faculty, students and researchers, members of the media. യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം സെൻറ്റർ ഫോർ ബ്രെയിൻ റിസർച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂറോ സയൻസ് സെൻറ്റർ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഒരു അവിഭാജ്യമായ ഒരു ഘടകമാണ്. ഒരുപക്ഷെ ഒരു കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്തിരുന്ന എന്നെ സംബന്ധിച്ച് പോലും പല കാര്യങ്ങളും ഇത് ഇത്രത്തോളം ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് നടക്കുന്നത് എന്നുള്ള പല കാര്യങ്ങളും ഞാൻ പോലും തിരിച്ചറിഞ്ഞത് പല സമയങ്ങളിലും ബേബിയുമായോ അല്ലെങ്കിൽ ഇതുമായി റിസർച്ച് ചെയ്യുന്ന അധ്യാപകരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക എല്ലാ പ്രവർത്തനങ്ങളെയും ഒരു വഴിക്ക് അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് നമ്മുടെ ബ്രെയിനുമായി കണക്റ്റഡ് ആണ് എന്നുള്ള ഒരു വലിയ വസ്തുത. സ്വാഭാവികമായും ബയോളജി പഠിക്കുന്ന അധ്യാപനം എന്ന രീതിയിൽ നമുക്കറിയാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങൾ പോലും കൃത്യമായ ഒരു ബ്രെയിനിൻ്റെ ഇടപെടലിലൂടെ മാത്രമാണ് നടക്കുന്നത് എന്നുള്ളതും അതിൻ്റെ മനോഹരമായ പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പലപ്പോഴും ഈ സെൻറ്ററിൻ്റെ ുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഗവേഷണത്തെക്കുറിച്ചും യൂണിവേഴ്സിറ്റിയിൽ സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂറോ സയൻസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊപ്പോസലുകളും ചർച്ചകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയപ്പോഴാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായ ഒരു അറിവ് എനിക്ക് ലഭ്യമായത്. നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് അതാണ് 100% ആരോഗ്യം. മനസ്സിൻ്റെ ആരോഗ്യം നന്നായാൽ ശരീരത്തിൻ്റെ ആരോഗ്യം സെക്കൻഡറിയാണ്, അത് തന്നെ വന്നോളും. ശരീരത്തിൻ്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ടൊരു സെപ്പറേറ്റ് ആരോഗ്യമൊന്നും ഇല്ല. ശരീരം തടിയും മസിലും ഉണ്ടായതുകൊണ്ട് ആരോഗ്യം ഉണ്ടാവണമെന്നില്ല, അതിന് മനസ്സിന് ആരോഗ്യം ഉണ്ടാവണം. ആ മനസ്സിൻ്റെ ആരോഗ്യമാണ് നമ്മൾ ഈ പല ഫൈറ്റിലൊക്കെ കണ്ടിട്ടില്ലേ, ഇത്രയും ഞൊള്ളിയായിട്ടുള്ള ആൾക്കാർ വലിയ തടിമാടന്മാരെ പുഷ്പം പോലെ ഇടിച്ച് താഴെ ഇടുന്നത്, അതവൻ്റെ മനസ്സിൻ്റെ ബലമാണ്. എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകളാണ് എനിക്കുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള പുസ്തകം മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന് പറയുന്ന പുസ്തകമാണ്, ബാലസാഹിത്യം. നിങ്ങളത് വായിച്ചിട്ടുണ്ടാവും പലരും. ബ്രെയിനും അല്ലെങ്കിൽ മനുഷ്യ മനസ്സും സൈക്കോളജിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെയധികം പോകുന്ന പണിയാണ് ഇവരെടുക്കുന്നത്. അപ്പോൾ അത്ര ഷാർപ്പ് ഒന്ന് ഷാർപ്പൻ ചെയ്യട്ടെ, മൂർച്ച കൂട്ടട്ടെ, ഫിംഗേഴ്സിന് മൂർച്ച കൂട്ടട്ടെ. ഓ റെഡിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ജോലിക്ക് വന്ന് ചോക്ലേറ്റ് തീർന്നു പോയി. മാം വെച്ച് നോക്ക്, മാമിൻ്റെ പേര് നല്ല ക്ലാപ്പ് അങ്ങനെ ടച്ച് ചെയ്യാൻ പറയുക. ടച്ച് ചെയ്യും യെല്ലോ, അപ്പം ബ്ലൂ ആൻഡ് യെല്ലോ ആണ് ടച്ച് ചെയ്യും. സാത്വിക ഫുഡ് കഴിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച്, സ്ക്രീൻ ടൈം കുറയ്ക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് നമ്മുടെ ജീവിതം എപ്പോഴും കളർഫുള്ളായിരിക്കും, സന്തോഷപ്രദമായിരിക്കും. എന്നാൽ ഇതൊന്നും പാലിക്കാത്ത വന്നു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് ഇതൊക്കെ ഒന്നൊന്നായി കൊഴിഞ്ഞു പോയി. എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് കമോൺ, ചിക്ക് ചിക്ക് ലിക്ക് ലിക്ക് ചിക്ക് 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 ചിക്ക്